ബിജെപിയുടെ നിരാഹാര സമരം ഇന്ന് 47 ദിവസം കടന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസാണ്. എന്നാൽ ഈ സമരത്തെ സർക്കാർ കണ്ടില്ലെന്നാണ് നടിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ വ്യക്തമാക്കിയത് 51 യുവതികൾ ശബരിമല ദർശനം നടത്തിയെന്നും കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയ ശേഷം തന്ത്രി സ്വീകരിച്ച ശുദ്ധിക്രിയ നിയമവിരുദ്ധവും കോടതി ലക്ഷ്യവുമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനെപ്പറ്റി ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് മലയാളത്തോട് പ്രതികരിക്കുന്നതാണ്. ലക്ഷണമൊത്ത ഏകാധിപത്യ സർക്കാരാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സമീപനം. കാരണം മിതവും ന്യായവുമായ ആവശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹ സഹന സമരം ആരംഭിച്ചത്. ഈ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാങ്കേതിക തടസ്സമില്ല, സാമ്പത്തിക തടസ്സമില്ല. അതായത് ശബരിമല സന്നിധാനത്തും പമ്പയിലും നിലക്കലിലുമുള്ള നിരോധനാജ്ഞ പിൻവലിക്കുക, ഇതിൽ സാങ്കേതിക തടസ്സമില്ല, സാമ്പത്തിക തടസ്സമില്ല. 2 അയ്യപ്പ വേട്ട അവസാനിപ്പിക്കുക. 3 ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുക. ദേവസ്വത്തിൻ്റെ കയ്യിൽ കാശുണ്ട്, ഗവൺമെൻറ് യാതൊരു തടസ്സമില്ല. പക്ഷേ ഇതൊക്കെ ആയിട്ടും ഇതേവരെ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. ബ്രിട്ടീഷ് സർക്കാർ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ കാണിച്ച സാമാന്യ മര്യാദ പോലും പിണറായി സർക്കാർ കാണിക്കാൻ തയ്യാറായില്ല. ഇതിനർത്ഥം ഇതൊരു ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സർക്കാരാണെന്നാണ്. ഇത് വ്യാജ സത്യവാങ്മൂലമാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് ശബരിമലയിൽ കയറാൻ ആഗ്രഹിച്ച സ്ത്രീകൾ, യുവതികൾ അവർ ഓൺലൈൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓൺലൈൻ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ വിശദാംശങ്ങളൊക്കെ അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ലിസ്റ്റ് അവർ ശബരിമല കയറിയെന്ന രീതിയിൽ സുപ്രീം കോടതി നൽകുകയുണ്ടായി. സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് അങ്ങേയറ്റം കുറ്റകരമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും സാധ്യമല്ല, ഗവൺമെൻറ്റിന് സാധ്യമല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരനല്ല ഈ ശബരിമല സന്നിധാനത്തിലെ തന്ത്രി, AKG സെൻറ്ററിലെ അടുക്കള പണിക്കാരനുമല്ല. പിണറായി വിജയൻ വിചാരിക്കുന്ന തൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്യൂണിൻ്റെ ജോലിയാണ് തന്ത്രിപ്പണിയെന്ന്. കോടിയേരി ബാലകൃഷ്ണൻ കരുതുന്നത് AKG സെൻറ്ററിലെ പാചക ജോലി ചെയ്യുന്ന ആളാണ് തന്ത്രി എന്ന്. ഇവർ രണ്ടുപേരും ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. സർക്കാർ ജീവനക്കാരനല്ല തന്ത്രി. പാരമ്പര്യമായിട്ടാണ് തന്ത്രിമാരെ നിയോഗിക്കുന്നതും നിശ്ചയിക്കുന്നതും. അവരാണ് ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അവർക്കാണ് അന്തിമ വാക്ക് പറയാനുള്ള അധികാരവും അവകാശവും. അവരിൽ അർപ്പിതമായ കടമയും കർത്തവ്യവും മാത്രമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവർക്കതിൽ ഒരു നടപടിയെടുക്കാനും പിണറായി വിജയനും സാധ്യമല്ല, കോടിയേരി ബാലകൃഷ്ണനും സാധ്യമല്ല.